ഹായ് മക്കൾസ്, എടാ നമ്മളെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ ലാസ്റ്റ് പാർട്ടായ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. സോ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ നമുക്കറിയാം വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലുണ്ട്. സെൻറ്റിമീറ്റർ സ്കെയിൽ നിങ്ങളുടെ കൈമേലുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് രണ്ടാൾക്കാർ നമ്മുടെ ലാബിൽ, അതായത് സ്കൂളിൽ ലാബിൽ വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജും ചെയ്യാത്ത ഒരാളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നമുക്ക് ലാബിൽ ചെയ്ത വെർനിയർ കാലിപ്പർ, ഇതാണ് നമ്മുടെ വെർനിയർ കാലിപ്പർ. എല്ലാവർക്കും അറിയാലോ, ഇതാണ് നമ്മുടെ വെർനിയർ കാലിപ്പർ. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള അടുത്ത ആളാണ് എന്ത്? സ്ക്രൂ ഗേജ്. നോക്കിക്കേ, ഇതാണ് സ്ക്രൂ ഗേജ്, റൈറ്റ്? അപ്പോൾ വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ പ്രോബ്ലം ആണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. സോ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പുകൾ നമുക്ക് ആവശ്യമില്ല, എക്സ്പെരിമെൻറ്റിൻ്റെ ഐഡിയ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. എങ്ങനെ ഇതിൻ്റെ റീഡിങ് എടുക്കും, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള പ്രോബ്ലങ്ങൾ, അത് നമ്മൾ എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏതിലേക്ക് വരികയാണ്? വെർനിയർ കാലിപ്പറിലേക്ക് വരികയാണ്. മക്കളെല്ലാവരും നോക്കിക്കേ, ഇതാണ് വെർനിയർ കാലിപ്പർ. ഈ വെർനിയർ കാലിപ്പറിൻ്റെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു സാധനം ഇതിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യും? മൂവ് ചെയ്യുന്നതാണ്. ഈ വെർനിയർ കാലിപ്പർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ പറ്റും. സോ ഈ വെർനിയർ കാലിപ്പർ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ രണ്ട് സ്കെയിലുകളുണ്ട് അല്ലേ? ഇവിടെ നോക്കിക്കതാ, ഈ റീഡിംഗ് ഉള്ള ഈ സ്കെയിലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെയിൻ സ്കെയിൽ. അതേപോലെ തന്നെ ഇവിടെ ബോക്സിൽ ഒരു സാധനം കണ്ടു നിങ്ങളിതാ, ഈ ഒരു ബോക്സിൽ കാണുന്ന സ്കെയിലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെർനിയർ സ്കെയിൽ. സോ നമുക്കൊരു സാധനത്തിൻ്റെ മെഷർമെൻറ്റ്, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം, എന്താ ചെയ്യുക? ഇതിങ്ങനെ ബാക്കോട്ടേക്ക് മൂവ് ചെയ്യും, എന്നിട്ട് ആ ക്വാണ്ടിറ്റി ഇതിനിടയിൽ പ്ലേസ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ മെഷർമെൻറ്റിലേക്ക് കടക്കുക. സോ ഞാൻ എന്ത് ചെയ്യാനറിയോ, നമ്മളൊരു ചെറിയൊരു കുപ്പിയുണ്ട്, ആ കുപ്പീൻ്റെ മൂടി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ നമ്മൾ മെഷർ ചെയ്യാൻ പോവാണ്. സോ ആ കുപ്പി ഞാൻ ഇങ്ങനെ ഈ ഒരു കുപ്പീൻ്റെ മൂടി ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡയമീറ്റർ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുക, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ മക്കളെ നിങ്ങൾ നോക്കൂ, ഈ ഒരു റീഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും രണ്ട് സ്കെയിലുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മെയിൻ സ്കെയിലും, ഇതാണ് നമ്മുടെ മെയിൻ സ്കെയിൽ, ഇതാണ് വെർനിയർ സ്കെയിൽ. സോ ഈ വെർനിയർ സ്കെയിൽ ഇതിൻ്റെ എവിടെയാണ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ് നോക്കുക. എവിടെയാണോ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ ബാക്കി മെഷർമെൻറ്റ് എടുക്കുക. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ ലൈൻ മെഷർ ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? 2 കഴിഞ്ഞിട്ട് എത്ര ലൈനിലാണ് നമ്മുടെ വെർനിയർ സ്കെയിൽ നിൽക്കുന്നത്? 2 കഴിഞ്ഞിട്ട് 1, 2, 3. ക്ലിയർലി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏകദേശം 1, 2, 3 എന്നുള്ള 3 ലൈനിലാണ് നിൽക്കുന്നത്. ഈ 3 ലൈന് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എക്സാക്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വെർനിയർ കാലിപ്പറിലെ വെർനിയർ സ്കെയിൽ, ഇതാണ് വെർനിയർ സ്കെയിൽ. ഈ വെർനിയർ സ്കെയിലിൽ റീഡിങ് നോക്കും. നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ വെർനിയർ സ്കെയിലിൽ റീഡിങ്ങിൽ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലൈൻ അതുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ എന്ത് ചെയ്യുന്നുണ്ടാവും? മുകളിലത്തെ ഏതെങ്കിലും ഒരു ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈന് ഏത് ലൈനുമായിട്ടാണോ കോയിൻസൈഡ് ചെയ്യുന്നത് ആ നമ്പർ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഫസ്റ്റ് ലൈനാണ് കോയിൻസൈഡ് എന്നെങ്കിൽ നിങ്ങൾ 1 എടുക്കുക, സെക്കൻഡ് ലൈനാണ് കോയിൻസൈഡ് എന്നെങ്കിൽ 2 എടുക്കുക, തേർഡ് ലൈനാണ് കോയിൻസൈഡ് എങ്കിൽ 3 എടുക്കുക. നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതിലിപ്പം ഏകദേശം സെക്കൻഡ് ലൈൻ അല്ലെങ്കിൽ തേർഡ് ലൈൻ ഏകദേശം മാച്ച് ഉണ്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ലൈൻ 9th ലൈനാണ് ഒരു പെർഫെക്റ്റ് മാച്ച് വരുന്നത്. സോ ആ പെർഫെക്റ്റ് മാച്ച് വരുന്ന ലൈന് നോക്കുക, ആ ലൈൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്, അതാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ലീസ്റ്റ് കൗണ്ട് ആണ്. സോ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. അതായത് നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയ, നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ് ലീസ്റ്റ് കൗണ്ട്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ദിസ് ഈസ് വെർനിയർ സ്കെയിൽ, ഇതാണ് നമ്മുടെ വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പറിൽ ഇതാണ് മെയിൻ സ്കെയിൽ, ഇതാണ് വെർനിയർ സ്കെയിൽ. സോ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം മെയിൻ സ്കെയിലിലെ റീഡിങ് നോക്കുക, അതിനുശേഷം വെർനിയർ സ്കെയിലിൽ ഏത് ലൈനാണോ കോയിൻസൈഡ് ചെയ്യുന്നത് ആ ലൈൻ ചെക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ മക്കൾ നോക്കണേ, നമ്മൾ ഈ ഒരു മൂടി വെച്ചിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ വെർനിയർ സ്കെയിലിൻ്റെ 0, ഇതാണ് വെർനിയർ സ്കെയിലിൻ്റെ 0. ഈ ഒരു ലൈൻ കണ്ടോ? ഈ വെർനിയർ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡിവിഷൻ, അതായത് ഈ ഒരു ലൈനാണ് 0. ഈ ലൈൻ നമ്മുടെ മെയിൻ സ്കെയിലിലെ ഏത് ലൈനുമായിട്ടാണ്, ഏത് ലൈനിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. സോ ഈ ഒരു ലൈന് കറക്റ്റ് നിൽക്കുന്നത്, കറക്റ്റ് ഏകദേശം നോക്കുകയാണെങ്കിൽ 3.7 തൊട്ട് മുന്നിലാണ് എന്ത് നിൽക്കുന്നത്? നമ്മുടെ ഈ ഒരു സ്കെയിൽ. ഇതാ ഈ ഒരു 3 എന്നുള്ള 2 ആണ് നമുക്ക് കാണുന്നത്, 3 അതിൻ്റെ ഇടയിലുണ്ട്, 4 ഉണ്ട്. അപ്പോൾ 3 കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ 6, 7, 8 ഇടയിലാണ് നമ്മുടെ വെർനിയർ സ്കെയിലിൻ്റെ 0 എന്നുള്ള ലൈൻ നിൽക്കുന്നത്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിങ്. സോ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിലിൻ്റെ 0 ഏത് ലൈനാണോ ടച്ച് ചെയ്യുന്നത് ആ ലൈനാണ് നോക്കുക നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിങ്. അതിനുശേഷം രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്, ഇതിൽ ഈ വെർനിയർ സ്കെയിലിലെ ഏതെങ്കിലും ഒരു ലൈന് മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യും.
ആ കോയിൻസൈഡ് ചെയ്യുന്ന ലൈനിൻ്റെ എണ്ണം നോക്കുക. ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ ലൈനിട്ട് കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ 1 2 3 മൂന്നാമത്തെ ലൈൻ കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ വെർനിയർ സ്കെയിൽ റീഡിങ് 3 ആയിട്ട് കൺസിഡർ ചെയ്യണം. സപ്പോസ് ഇതിൽ 5ാമത്തെ ലൈനാണ് ഇതുമായിട്ട് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം, 5ാമത്തെ ലൈനായിട്ട് കൺസിഡർ ചെയ്യണം. 6ാമത്തതാണെങ്കിൽ 6ാമത്തെ ലൈനായിട്ട് കൺസിഡർ ചെയ്യണം. സോ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്, ഫസ്റ്റ് മെയിൻ സ്കെയിൽ റീഡിങ് എടുക്കണം. മെയിൻ സ്കെയിൽ റീഡിങ് എടുക്കുന്ന രീതി മനസ്സിലായോ? വെർനിയർ സ്കെയിലിൻ്റെ 0 ഏത് മെയിൻ സ്കെയിൽ റീഡിങ്ങിൻ്റെ തൊട്ട് മുന്നിലാണെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ലൈനാണ് കോയിൻസൈഡ് ചെയ്യുന്നത് ചെക്ക് ചെയ്യുക. ഈ 2 റീഡിങ്ങുമാണ് ശരിക്കും നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത്. ഇതാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെഷർമെൻറ്റ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ സ്കെയിലിൻ്റെ റീഡിംഗ് എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ വെർനിയർ സ്കെയില് ഈ മെയിൻ സ്കെയിൽ റീഡിങ്ങിൻ്റെ എവിടെയാണോ ഫസ്റ്റ് ടച്ച് ചെയ്യുന്നത്, അതായത് നമ്മുടെ വെർനിയർ സ്കെയിലിൻ്റെ 0 മെയിൻ സ്കെയിൽ റീഡിങ്ങിൻ്റെ ഏത് ലൈനിൻ്റെ ഇടയിലാണോ അല്ലെങ്കിൽ ഏത് ലൈനിലാണോ ടച്ച് ചെയ്ത് നിൽക്കുന്നത്, അതാണ് നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിങ്. അതിനുശേഷം വെർനിയർ സ്കെയിൽ റീഡിങ് നോക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെർനിയർ സ്കെയിൽ റീഡിങ് നോക്കണമെങ്കിൽ ഇതിൽ ഏത് ലൈനാണോ നമ്മളെ മെയിൻ സ്കെയിൽ റീഡിങ്ങുമായിട്ട് ടച്ച് ചെയ്യുന്നത് നോക്കുക. മെയിൻ സ്കെയിൽ റീഡിങ്ങുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നോക്കുക. ആ കോയിൻസൈഡ് ചെയ്യുന്ന ലൈൻ എന്ത് ചെയ്യുക, എടുക്കുക. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റീഡിങ് കൺസിഡർ ചെയ്യുക. ഓക്കെ, വെർനിയർ കാലിപ്പറിനെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ വെർനിയർ കാലിപ്പറിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ. സോ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. റൈറ്റ്, സോ ഇൻ എ വെർനിയർ കാലിപ്പേഴ്സ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് x centimeter and n divisions of the vernier scale coincide with n-1 divisions of the main scale. The least count in centimeter of the caliper എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ x സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ n വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ഇസ് ഈക്വൽ ടു n-1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്നും ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ ഈ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്യാം? നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് 1 VSD എന്ന് പറയാൻ എന്ത് ചെയ്താം, n-1/n MSD എന്ന് എഴുതി കൂടെ. ഈ റിലേഷൻ എടുത്ത് ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷനിൽ 1 MSD മൈനസ് VSDൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, n-1/n ഇൻറ്റു MSD കൊടുക്കുക. ഇയർ MSD കോമൺ ആക്കി എടുത്താൽ 1 - n-1/n ഇൻറ്റു MSD. വേർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -n ഉണ്ടാവും. ആ മൈനസും +1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു MSD. അവിടെ നിന്ന് നമുക്ക് കിട്ടും ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു n കട്ട് ചെയ്ത് പോയാൽ 1/n MSD. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഒരു MSD എന്ന് പറഞ്ഞാൽ x സെൻറ്റിമീറ്റർ അല്ലേ. സോ ആ വാല്യൂ ഇവിടെ കൊടുത്താൽ x centimeter divided by n. So the answer will be x/n centimeter.